വെളിപ്പാട് പുസ്തകം വായിക്കാം. മുതൽ 7 വാക്യം മുതൽ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ച് കാണും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ഈ വചനം എഴുതിയിട്ട് 2000 വർഷത്തിലായിരിക്കുന്ന കർത്താവെ, ലോകത്തിന് ഇന്നും അവ മറഞ്ഞിരിക്കുന്നു. എങ്കിലും കർത്താവെ, അങ്ങ് തൻ്റെ ജനത്തിനായി അന്ത്യനാളിൽ വില്യം മരിയം ബ്രൻഹാമിലൂടെ അങ്ങ് അത് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അതൊന്നും നമ്മൾ ശക്തി പ്രാപിപ്പാൻ കർത്താവ് യേശുവേ, നമുക്ക് അവിടുന്ന് ദൈവിക വചനങ്ങളെ അവിടുന്ന് വിളമ്പിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങിൽ നിന്ന് പ്രാപിക്കാതെ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. കർത്താവായ യേശുവേ, ഈ സംസാരിച്ചിരിക്കുന്നതിന്റെ ആത്മീക മർമ്മങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് വിളമ്പി തന്ന് കർത്താവ് യേശു ക്രിസ്തുവിലാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഫലം കായ്പാനും ആ ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണം. ഓരോരുത്തരെയും യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനമായിട്ട് എടുത്തു തന്നത് സഭാപ്രസംഗി 1:9 പ്രകാരം സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല. മുൻപ് എന്ത് സംഭവിച്ചോ അത് തന്നെ പിന്നീടും സംഭവിക്കുകയുള്ളൂ. പുതിയത് എന്ന് പറയാൻ ഒന്നുമില്ല. മുമ്പ് സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വരുവാനുള്ളതോ അതും സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ വചനപ്രകാരമാണ് നമ്മൾ അവസാനമായി ഒരു കാര്യം നോക്കിയത്. എന്താകുന്നു? ആദ്യം ആയി ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയിലൂടെ ഒരു പാപം നടന്നപ്പോൾ ആ പാപത്തിന്റെ പരിഹാര മാർഗത്തിന് ദൈവം തന്റെ പുത്രനെ അല്ല, ദൂതനെ അല്ല, വിശ്വസ്തനായി എന്ന് കണ്ട അങ്ങനെയുള്ള ആരെയും അല്ല കർത്താവ് പാപപരിഹാരത്തിനായി അയച്ചത്, കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ സഭാപ്രസംഗം 1:9 പ്രകാരം അല്ലെങ്കിൽ എബ്രായ ലേഖനം 13:8 പ്രകാരം യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവിന്റെ രീതികൾക്ക് ഇന്നും മാറ്റമില്ല. ഇന്നും പാപപരിഹാര മാർഗത്തിന് ഇറങ്ങി വന്നത് അതേ ദൈവം തന്നെയാണ്. ആമേൻ. കാര്യം മക്കൾ പാപത്തിലായിരുന്നു, ജഡരക്തത്തിലായിരുന്നു. അവരെ പോലെ അവനും ജഡരക്തത്തിൽ വന്നു, അവരുടെ പാപം വഹിച്ചു, അവർക്കായി പ്രായശ്ചിത്തം ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോ ആ കാര്യം മറിഞ്ഞിരിക്കുന്നത് നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നതിനെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മാത്രമല്ല, ഇരിക്കുന്നവനും ഇപ്പോൾ അവിടെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവ് ഒരുവൻ മാത്രം. ആമേൻ. തുടർന്ന് നമ്മൾ എടുക്കുന്നത് 325 പാരഗ്രാഫ് മുതൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഇപ്പോൾ ജോസഫ് അവൻ മിസ്രയീമിലേക്ക് പോകുന്നു. അവിടെ അവൻ തന്റെ തടവറയിൽ നിന്ന് ഉയർത്തപ്പെടുകയും ഫറവോന്റെ വലതുഭാഗത്തായി ഇരിക്കുകയും മേൽനോട്ടക്കാരനാവുകയും ചെയ്തു. ജോസഫിന്റെ കാലത്ത് എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ യേശു മടങ്ങി വരുമ്പോൾ മരുഭൂമിയിൽ പോലും പനിനീർ പുഷ്പം പോലെ തളിർക്കും. അവൻ സമൃദ്ധിയുടെ പുത്രനാണ്, ജോസഫിന്റെ മാതൃകയാണ്. ഇപ്പോൾ യേശു മടങ്ങി വരുമ്പോൾ മരുഭൂമി പോലും പനിനീർ പുഷ്പം പോലെ തളിർക്കും. അതായത് ഓക്കെ, അവർ യോസെഫിനെ ജയിലിലറാക്കി. എന്നാൽ സേനാധിപതി അവനെ അവന്റെ വീട്ടിൽ വെക്കുകയുണ്ടായി. അവിടെ അവൻ ചെയ്തതെല്ലാം അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അവർ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹം മുഴുവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അവർ ചെയ്തതെല്ലാം അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് യോസെഫിനെ തുറങ്കിൽ അടച്ചത് ഒരു കഷ്ടത, പ്രതികൂലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് എന്തിനായി തീർന്നു? നന്മയ്ക്കായി തീർന്നു. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, പാനപാത്രവാഹകനെ കുറിച്ചും അപ്പക്കാരനെ കുറിച്ചും. യേശു ക്രിസ്തു മുൻകുറി. അതുപോലെ യേശു ക്രൂസിൽ കിടന്നപ്പോൾ 2 കള്ളന്മാർ അപ്പുറം ഇപ്പുറം. അവിടെയും ഒരുത്തൻ താഴേക്ക് പോയി, മറ്റൊരു മുകളിലേക്ക് പോയി. ക്രൂശിലും ഒരുവൻ മുകളിലേക്ക് പോയി, മറ്റൊരു താഴേക്ക് പോയി. അപ്പോൾ അതിനുശേഷം യേശു ക്രിസ്തു ഉയർത്തപ്പെട്ട ശേഷം ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ ദൈവത്തെ ആർക്കും സമീപിക്കാൻ കഴിയുകയില്ല.
മിസ്രൈമിൽ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ മറ്റുള്ള എല്ലാറ്റിനേക്കാളും അധികമായി അഭിവൃദ്ധി പ്രാപിച്ചു. അവൻ മടങ്ങി വരുമ്പോൾ അത് ഒരു സമൃദ്ധിയുടെ ദേശമായിരിക്കും. ആമേൻ. പഴയ മരുഭൂമികൾ പൂത്തു തളർക്കും. അവിടെ എല്ലായിടത്തും ആഹാരമുണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ കഴിയും. ആമേൻ. എവിടെ ഇരിക്കാൻ കഴിയും? അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ കഴിയും. എന്താണ്? രാജാവായി മടങ്ങി വരുമ്പോൾ നമുക്ക് ചിരിക്കാനും ആനന്ദിക്കാനും എന്നേക്കും അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനും കഴിയും. ആമേൻ. അവൻ മനുഷ്യപുത്രനായിരുന്നു, അത് പ്രവാചകനാകുന്നു. ആമേൻ. രാജാവെന്ന നിലയിൽ ദാവീദിന്റെ പുത്രനായി തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നു. മനുഷ്യപുത്രൻ, ദൈവം മനുഷ്യപുത്രനായി വെളിപ്പെടുന്നതാവുന്നു. ആമേൻ. അവൻ താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നു. അത് ലോകത്തിൽ നിന്ന് പാപത്തെ നീക്കിക്കളയുന്നതിനാകുന്നു. അപ്പോൾ ഒന്നാമത്തെ ഏദൻ തോട്ടത്തിൽ പാപം നടന്നപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്നത് പാപത്തെ നീക്കിക്കളയുവാൻ. ഏതോ ഒരു മൃഗത്തെ കൊന്ന്, അവിടെ ഏതൊന്നും പറയുന്നില്ല, ഒരു ഉടയാട ഉണ്ടാക്കി അവരെ ചുറ്റി. അപ്പൊ രക്തം അവിടെയും കർത്താവ് ചീന്തി ഒരു ഉടയാട എടുത്ത് അവരെ അണിയിച്ചു. അതിന്റെ പ്രതീകാത്മകമായി കർത്താവ് ഒരു മോഡൽ കാണിച്ചു തന്നു. അത് പിന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഹാബേലും അത് തന്നെയാണ് ചെയ്തത്. ഓക്കെ. ഒരു പുരോഹിതനെ പോലെ അവൻ ഒരു മനുഷ്യനായി തീർന്നു. ഒരു രാജാവിനെ പോലെ അവൻ മനുഷ്യനായി തീർന്നു. ഒരു സ്വർഗീയ രാജാവ്, വിശുദ്ധരുടെ രാജാവ്, നിത്യനായ രാജാവ്, എപ്പോഴും രാജാവായിരുന്നു, എപ്പോഴും രാജാവായിരിക്കും, നിത്യനായ രാജാവ്. അതായത് കർത്താവ് സ്വർഗത്തിൽ രാജാവും കർത്താവ് സൈന്യങ്ങളുടെ യഹോവയായിരിക്കുമ്പോൾ താഴെ ഇറങ്ങി വന്നു മനുഷ്യപുത്രനായിട്ട് നിൽക്കുമ്പോഴും അവൻ ആരായിരുന്നു? രാജാവ്. എങ്ങനെ മനസ്സിലാക്കാം? കയ്യഫാവ് ചോദിച്ചു, നഥനിയേൽ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രാജാവ്. അപ്പൊ ദൈവിക വെളിപ്പാട് ലഭിച്ചവർക്ക് മനസ്സിലാകും അവിടെ ഇരുന്നവൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, മറ്റൊരുവനല്ല. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, നീ ഇസ്രായേലിന്റെ രാജാവോ? അതെ, ഞാൻ ആകുന്നു. ഓക്കെ. ഇപ്പോൾ ശ്രദ്ധിക്കുക. അതിനുശേഷം യോസെഫ് പുറപ്പെടുന്നതിന് മുമ്പ് അവർക്ക് ആദ്യം കാഹളം ഊതേണ്ടിയിരിക്കുന്നു. യോസെഫ് ഫറവോന്റെ വലതു ഭാഗത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഫറവോൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആത്മീയമായി കാണേണ്ടത് അവൻ തന്റെ അധികാരത്തിൽ തിരികെ കയറി. ഇനി രാജാവ് എവിടെ പോയിരുന്നാലും കാഹളം ഓതും, രാജാവ് വരുന്നത് വഴി മാറിക്കൊള്ളുക എന്ന്. അപ്പോൾ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, യോസെഫിന് മുമ്പിൽ മുട്ടുകുത്തുവിൻ. ഒരു മനുഷ്യൻ എന്തു ചെയ്യുകയായിരുന്നാലും കാര്യമില്ല, അവൻ തെരുവിൽ ഉൽപ്പന്നം വിൽക്കുകയായിരിക്കാം, എന്നാൽ കാഹളം മുഴക്കപ്പെടുമ്പോൾ അവൻ കുത്തിയിരുന്നു. ഒരു മനുഷ്യൻ കൈനീട്ടി തന്റെ പണം വാങ്ങാൻ തുടങ്ങുകയായിരുന്നു, എന്നാൽ അവൻ മുട്ടുകുത്തി. യോസേഫ് വരുന്നു എന്ന് പറയുന്നു. അതാണ് എല്ലാ മുഴങ്കാലും കർത്താവിന്റെ മുമ്പിൽ മടങ്ങും. യോസെഫിന്റെ മുമ്പിലും അങ്ങനെ ആയിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അയാൾക്ക് നിർത്തേണ്ട അതായത് കർത്താവ് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാലും മുട്ടുമടക്കുക. അതുപോലെ തന്നെ യോസെഫ് വരുന്ന സമയത്തും അങ്ങനെ തന്നെ. യോസെഫ് വരുന്നു, കാഹളം മുഴങ്ങിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊന്ന് എല്ലാ കാര്യങ്ങളും സമയം പോലും നിശ്ചലമാകും. ആമേൻ. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രഭാതം നിത്യതയിലേക്ക് പൊട്ടിവിടരുകയും അത് ശോഭയുള്ളതും മനോഹരവുമായിരിക്കും. എല്ലാ കാര്യങ്ങളും മുട്ടുമടക്കും. അപ്പോ ദൈവജനം മാത്രമല്ല, പ്രകൃതി പോലും മുട്ടുമടക്കി. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഉൽപ്പത്തി അതിരാവിലെ. യേശുക്രിസ്തു വന്നത് വെളിച്ചം മധ്യത്ത്. ഇപ്പോൾ സന്ധ്യാസമയം, ഇരുട്ടിലേക്ക് പോയിരിക്കുന്നു. അടുത്ത് യേശുക്രിസ്തു വരുമ്പോൾ ഈ യുഗം അവസാനിച്ചിട്ട് പുതിയൊരു യുഗം തുടങ്ങുന്നു. ആമേൻ. അപ്പോൾ ഈ യുഗം കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. 1000 ആണ്ട് വാഴ്ച ആകുമ്പോൾ പുതിയൊരു യുഗം. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിനുശേഷം യോസെഫ് അവൻ ഒരു അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ച ശേഷം ഒരു കുടുംബം സ്വീകരിച്ചു. എഫ്രൈമും മനശ്ശെയും അവന്റെ പുത്രന്മാരായിരുന്നു. ദാൻ ഗോത്രത്തെയും
ദാൻ ഗോത്രത്തെയും ഏതോ ഒരു ഗോത്രത്തെയും തള്ളി, ആദ്യം ബെന്യാമിൻ ഗോത്രമല്ല, തള്ളിക്കളഞ്ഞ എന്തുകൊണ്ടാണ്? വിഗ്രഹത്തെ ആരാധിച്ചതുകൊണ്ട്. അതെ, വിഗ്രഹം ആരാധിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ട് ഈ എഫ്രയും മനശ്ശെയും അവന്റെ പുത്രന്മാരായിരുന്നു. നിങ്ങൾ അതിന്റെ അവസാനം ശ്രദ്ധിച്ചോ? യോസെഫ് യാക്കോബ് എഫ്രൈമിനെയും മനശ്ശെയെയും അനുഗ്രഹിക്കാൻ തുടങ്ങി. യാക്കോബിന്റെ മുമ്പിൽ എഫ്രൈമിനെയും മനശ്ശെയും കൊണ്ടുപോവുകയാണ് അനുഗ്രഹിക്കാൻ. അവൻ തന്റെ കൈകൾ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എഫ്രൈമിനെ തന്റെ വലത്തും മനശ്ശെയെ ഇടത്ത് നിർത്തി. അത് മൂത്തനെ അനുഗ്രഹിക്കുന്ന വലത് കൈ ലഭിക്കാനായിരുന്നു. ഓക്കെ, എന്ത് ഇല്ല, അനുഗ്രഹിക്കുന്ന സമയത്ത് ആരുടെ? യാക്കോബിന്റെ വലത് കൈ വരുന്ന ഭാഗത്ത് തന്നെ എഫ്രൈമിനെ നിർത്തി, വലത് കൈ വെച്ച് അനുഗ്രഹിക്കണം എന്ന് കണ്ടിട്ട്. ഇടത് വശത്ത് അവൻ കുഴപ്പമില്ല, അനുഗ്രഹിക്കേണ്ട എന്ന രീതിയിൽ അവനെ നിർത്തി. ഓക്കെ, എന്നാൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൈകൾ പിണച്ചു വച്ചു. അവൻ ഇളയവനാകുന്നു, വലതുഭാഗത്തുള്ള അനുഗ്രഹം വലതുഭാഗത്തുള്ളതിനും പകരം നൽകി അനുഗ്രഹിച്ചു. വലത് കൈ ഇങ്ങനെ വെച്ചാൽ വലത് കൈ കൊണ്ട് അവനെ ബ്ലസ് ചെയ്തു. പക്ഷേ ദൈവം അതിനെ ക്രോസ് ആക്കി വെച്ചു. ഇതുപോലെ ഒരു അനുഗ്രഹം മുമ്പ് നടന്നു. എവിടെയാണ്? യാക്കോബിനെ ഏശാവിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് അവിടെയും ക്രോസ് ആയിട്ട് വെച്ചു. ഓക്കെ, ഇതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ. ദൈവം യഹൂദന് വേണ്ടിയിട്ടാണ് വന്നത്. അവരെ ബ്ലസ് ചെയ്ത് അവരുടെ കാലം തികച്ച് അവരുടെ പാപം മോചിച്ച് കൊണ്ടുപോകാനാണ് വന്നത്. പക്ഷേ കർത്താവ് കാൽവരി ക്രോസ് അവിടെ വെച്ച് അവന്റെ രക്ഷ കുറച്ചു കാലത്തേക്ക് മാറ്റിയിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യോസേഫ് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മള് മെസ്സേജ് ഇങ്ങനെ വായിച്ച്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മെസ്സേജ് കേട്ടത് കൊണ്ട്, ഞാൻ വ്യക്തമായി പറയുന്നു, മെസ്സേജ് കേട്ടത് കൊണ്ടോ മെസ്സേജ് വായിച്ചത് കൊണ്ടോ സ്വർഗത്ത് പോവില്ല. പോകുന്ന ആര് പറഞ്ഞാലും തെറ്റ്. കാര്യം പ്രവാചകൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ സഭയിൽ പഠിപ്പിക്കേണ്ട ആവശ്യം. പരിശുദ്ധാത്മാവ് അത് പ്രവാചകനോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. പുൽപ്പറ്റിൽ പുരോഹിതൻ വരുമ്പോൾ പുരോഹിതനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ മെസ്സേജിനെ വെളിപ്പെടുത്തി പഠിപ്പിക്കും, ഉപദേശിക്കും, കൊടുക്കും. അപ്പോൾ ഈ ആരാധനയൊന്നും വേണ്ട, വീട്ടിലിരുന്നാലും എവിടെ ഇരുന്നാലും മെസ്സേജ് കേട്ടാൽ മതി എന്ന് പറയുന്നവരാണ് ഇന്ന് 90% പേരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്നും സ്വർഗത്ത് പോകില്ല. സഭ ഉണ്ടായിരിക്കണം, പുരോഹിതൻ ഉണ്ടായിരിക്കണം, സഭയുമായി യോജിച്ചു പോകണം, ദൈവം പഠിപ്പിക്കും. ഇല്ല എങ്കിൽ അവര് ആരായാലും പച്ചയ്ക്ക് പറയണം, എന്താണ്? 5 ഫോൾഡ് മിനിസ്ട്രി നിന്നുപോയി. അപ്പോൾ സഭ വേണ്ട, പുരോഹിതൻ വേണ്ട, പഠിപ്പിക്കുന്നവൻ വേണ്ട, ഉപദേശകൻ വേണ്ട, പാസ്റ്റർ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ റാപ്ചർ കഴിഞ്ഞു. എപ്പോഴാണോ റാപ്ചർ, അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ മണവാട്ടി വന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകുന്ന അതുവരെയും, അതായത് കർത്താവിന്റെ വരെയും എടുക്കപ്പെട്ടു പോകുന്ന അതുവരെയും 5 ഫോൾഡ് മിനിസ്ട്രി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ എല്ലാവരും പഠിപ്പിക്കുന്നത്. പക്ഷെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ വലിയ സമ്പന്നന്മാര്. അപ്പോസ്തലർ പ്രവൃത്തി 4:12 പറയാൻ ദൈവം ഉപയോഗിച്ചത് ആരെ? ഒരു എളിയ മനുഷ്യനെ. ആരും വകവച്ചില്ല. ജനം അംഗീകരിക്കുന്ന മഹാപുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ശാസ്ത്രിമാർ, അല്ലെങ്കിൽ നല്ല ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞവർ എന്ത് പറഞ്ഞു? ഈ നാം അശേഷം ഉണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അന്ന് ആദ്യ നൂറ്റാണ്ടിൽ അങ്ങനെയാണെങ്കിൽ, ആദ്യ നൂറ്റാണ്ടിൽ തുടങ്ങിയ സഭാവിശ്വാസത്തിന്റെ ഉള്ളിൽ തന്നെ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു അതിനോട് എതിർക്കാൻ. ഇന്ന് നമ്മൾ ആദ്യ വിശ്വാസത്തിലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത്. മടങ്ങി വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെയും അനേകം പേർ ജ്ഞാനം പ്രാപിക്കും. അപ്പൊ എളിയ മനുഷ്യർ, വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് പറഞ്ഞു, ഇപ്പം യോശുവയാണ് മറ്റാരെങ്കിലും എന്ന് പറഞ്ഞാലും മോശ എന്തു പറഞ്ഞോ അതിനെ കൊണ്ടുപോകണം. ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എന്ത് മാറ്റി പറഞ്ഞാലും അവർ വീണുപോയവരാണ്. നമ്മൾ അങ്ങനെയാണ് വില്യം മരിയം ബ്രൻഹാമിന്റെ അത് വിശ്വസിക്കുന്നത്. മോശയ്ക്ക് കൊടുത്തതുപോലെ ദൈവം നൽകി. അടുത്ത് അദ്ദേഹത്തിന്റെ മകൻ എന്ന് തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അദ്ദേഹം എന്തു പറയണം? വില്യം മരിയം ബ്രൻഹാമിലൂടെ പറയാത്ത ഒരൊറ്റ കാര്യം ഉണ്ടാകാൻ പാടില്ല.
ഈ വചനം ദത്തെടുക്കൽ എന്ന പുസ്തകത്തിന്റെ 4-ാമത്തെ ഭാഗം, ഒരു പുസ്തകത്തിൽ 4 പാർട്ടുണ്ട് ദത്തെടുക്കൽ എന്ന പുസ്തകം. അതായത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിന്ന് 2 പേജിലോട്ട് മറിക്കുമ്പോൾ അവിടെ വ്യക്തമായുണ്ട്, എന്റെ മകൻ ജോസഫ് ഇതേ സഭയിൽ പുൽപ്പറ്റിൽ നിന്ന് ഇതേ മെസ്സേജ് പ്രസംഗിക്കുന്നതായി ഞാൻ കാണുന്നു. ദർശനം കർത്താവ് കാണിച്ചു കൊടുത്തത് വ്യക്തമായി രണ്ട് തവണ പറയുന്നുണ്ട്. രണ്ടോ മൂന്നോ വായ്മൊഴിയിൽ ഏത് കാര്യം ഉറപ്പിക്കുക. അവർ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങി, പ്രസംഗിക്കണ്ട, ഒള്ളി പ്ലേ. പക്കാ വചന വിരുദ്ധം. എവിടെ തുടങ്ങി? മഹാപുരോഹിതന്മാരിൽ. പക്ഷെ പ്രവാചകൻ ശരീരത്തിൽ നിന്ന് മാഞ്ഞുപോയി, പക്ഷെ പ്രവാചകന്റെ ആത്മാവ് മാറിയിട്ടില്ല. ആ കർത്താവിന്റെ ഉള്ളിലിരുന്ന അതേ ആത്മാവ് തന്നെയാണ് അത് നമ്മളെ ഇന്ന് വഴി നടത്തുന്നത്. എങ്കിലും നമുക്ക് മെസ്സേജ് മനസ്സിലാവുള്ളൂ. ആ മെസ്സേജ് മനസ്സിലാകുമ്പോൾ നമ്മൾ വില്യം മരിയം ബ്രൻഹാമിലൂടെ പറഞ്ഞതിനെ തെറ്റിക്കുന്ന 90-98% ജനമുണ്ടെങ്കിലും നൈസിനെ അവരെ വിട്ടുകളയുക. ഒരു ചോദ്യം ചോദിക്കുക, വില്യം മരിയം ബ്രൻഹാം പറഞ്ഞോ സഭയിൽ മെസ്സേജ് പ്ലേ ചെയ്യാൻ പറഞ്ഞോ? ഞായറാഴ്ചകളിൽ സഭയിൽ പ്രസംഗിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംഘടനാ സഭ നിർത്തലാക്കുന്ന സമയമുണ്ട്, അപ്പോൾ വീട്ടിൽ നിന്നേക്കാം. അപ്പോഴും സഭ ഉണ്ട്, ബൈബിളിലുണ്ട്, പ്രവാചകൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവർ മലമടക്കുകളിലും ഗുഹകളിലും ഒളിവിൽ പോയിരുന്നു കൊണ്ട് ആരാധിച്ചിട്ട് തിരുവത്താഴത്തിനും അവിടെ കൂടി വരികയും, അതും നിർത്തലാക്കുമ്പോൾ പിന്നെ വീട്ടിൽ കൂടി വരികയും വീട്ടിലും അപ്പം നിർക്കും. സഭ കൂട്ടി ഇനി എല്ലാം കൊള്ളിപ്പിള എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ചെന്നിരുന്നാലും അതൊരു സിസ്റ്റമാണ്. നമ്മൾ ഒരിടത്തുനിന്ന് പരിശുദ്ധാത്മാവ് വന്ന് ഒരു അവസ്ഥയിലേക്ക് പോയി, തിരിച്ച് അവിടെ നമ്മൾ ആദ്യത്തെ കൊണ്ടുമ്പോൾ റീവൈൻഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മൾ തയ്യാറാക്കിയ ഒരു വീഡിയോ സ്വർഗത്തു നിന്ന് വന്നത് മുതൽ പ്ലേ ചെയ്ത് ലാസ്റ്റ് വരെ ആയി. ഇനി അതിനെ റീവൈൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സഭ നിർത്തലാക്കിയിട്ടില്ല, അപ്പൊ സഭ ഉണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്ന് പ്രശ്നങ്ങൾ പ്രതികൂലം ഇവിടെയായിരുന്നു, ഉപദ്രവവും അടിയും ഒളിവിൽ പോയതുമെല്ലാം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷം സ്പ്രെഡായി, കുറെ ലോക ജനങ്ങൾ അറിഞ്ഞ ശേഷം ഇനി അവർ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സഭ കൂടി. അപ്പൊ ഇന്ന് സഭ ഉണ്ട് എങ്കിൽ വിചാരിച്ചോളണം, സഭ തുടങ്ങിയ സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്നു. ഇനി ഈ സഭ അപ്പൊ ഇവിടെ പ്രീച്ചാണ്, പ്രസംഗമാണ്, പഠിപ്പിക്കലാണ്, ഉപദേശമാണ്, 5 ഫോൾഡ് മിനിസ്ട്രി സ്റ്റാർട്ടായി. അപ്പോൾ ഇത് നിർത്തലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടങ്ങിയിരിക്കില്ല, അപ്പോഴും ഒളിവിൽ എവിടെയെങ്കിലും ഒക്കെ കൂടി വരും. അത് നമ്മൾ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ വീടുകളിൽ കൂടി വരികയും തിരുവത്താഴം കഴിക്കാൻ അവിടെ കൂടി വരികയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഓൺലൈൻ വഴി ഒക്കെ, അത് പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എടുത്തത്. നമ്മൾ പ്രവാചകൻ ഉണ്ടായിരുന്ന സമയത്ത് 1500 കിലോമീറ്റർ അകലിൽ നിന്നും ഫോൺ ചെയ്ത് മെസ്സേജ് അറ്റൻഡ് ചെയ്യും. അപ്പോഴും സഭയുണ്ട്, ദൂരെ ഇരുന്നിട്ടും. അവിടെ നിങ്ങൾ സഭയിൽ അവിടെ ഇരുന്നുള്ളതല്ല, അവിടെ ഫോൺ വഴി ബന്ധപ്പെട്ട് അവർ ആ ടൈമിന് ആ കൂട്ടായ്മയിൽ കൂടെ തന്നെ ആയിരുന്നു. അതുപോലെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജ് ഇപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഇത് സഭാരാധനയാണ്. വീട്ടിലായിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന വേഷത്തിൽ ഒന്നും ഇരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഇപ്പൊ നിങ്ങളിൽ ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്, കർത്താവാണ് പറഞ്ഞത് എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കില്ല, കർത്താവിനെ വഞ്ചിക്കില്ല. പൂർണ്ണ ഗൗരവത്തോടെ ഇരിക്കും. ആ സമയത്ത് ഫോൺ വന്നാൽ എടുക്കില്ല, എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, കർത്താവ് ഇരിക്കില്ല നമ്മോട് കൂടെ. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും എന്ന് പറഞ്ഞാൽ സഭയുടെ ആരാധനാ സമയത്ത് എഴുന്നേറ്റ് പോകാൻ പാടില്ല. എന്ത് പ്രശ്നം വന്നാലും ശരിയാണ്. മാക്സിമം അല്ലെങ്കിൽ നമുക്കറിയാം, അത്യാഹിതം ഒന്ന് സംഭവിച്ചു, എന്തെങ്കിലും പെട്ടെന്ന് ശബ്ദം കേട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിഞ്ഞു വീഴുമ്പോഴൊക്കെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ മാറിപ്പോവാം. അതല്ല എങ്കിൽ കഴിയുന്നു സഭാരാധനയിൽ പങ്കെടുത്ത് അവിടെ തന്നെ ഇരിക്കുക. മറ്റുള്ളവർ പിന്നെ ദൈവം വിളിപ്പിച്ചോളും പിന്നീട് വേണമെങ്കിൽ. അപ്പോൾ തിരികെ വന്ന് സഭ നിർത്തലാക്കുമ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തിരുവത്താഴത്തിന് കൂടി വരും. തിരുവത്താഴം മെയിൻ കർത്താവിന്റെ വരവ് വരെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒളിവിൽ പോയാൽ പോലും ഇതൊക്കെ നമ്മൾ ചർച്ചയിൽ പഠിപ്പിച്ച 4 മാസം മുമ്പ്, 4 വർഷങ്ങൾക്ക് മുമ്പ്. ഒളിവിൽ പോയാലും എവിടെയെങ്കിലൊക്കെ നമ്മൾ തിരുവത്താഴത്തിന് കൂടും, മീറ്റിങ്ങിന് ഓൺലൈനിൽ കൂടും. അപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒളിച്ച് തിരുവത്താഴം കൊടുക്കുകയും കൂടി വരുന്നത് ഈ പെന്തക്കോസ്തരനെ ഒറ്റ കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് തുടങ്ങും? അടി തുടങ്ങും, അടി, ഉപദ്രവം. അപ്പോഴാണ് ആരാണ് വിശ്വാസി എന്ന് അറിയുന്നത്. കൈവെട്ടും, കാലുവെട്ടും, കേസെടുക്കും, ജയിലിൽ കൊണ്ടുപോകും, ഉപദ്രവിക്കും. അപ്പോഴത്തേനും നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിച്ചോ, സഭ രജിസ്റ്റർ ചെയ്തോ, നിങ്ങൾ ആരാധിച്ചോ. പലരും ആ സമയത്തും തെറ്റിപ്പോകും. അപ്പോൾ ഉപദ്രവങ്ങളും അടിയിലേറ്റാലും പിന്നീട് തിരുവത്താഴത്തിന് കൂടാൻ കഴിയില്ല. പിന്നെ അവർ വാച്ച് ചെയ്യും, വളരെ ശക്തിയോടെ വാച്ച് ചെയ്യുന്ന സമയത്ത് തിരുവത്താഴത്തിന് കൂടാൻ പറ്റില്ല, ഓൺലൈനിൽ കൂടാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇതെല്ലാം സ്റ്റെപ്പ് അതായത് അവരെ മാളികമലന്ന് ഇറങ്ങി വന്ന് സുവിശേഷം അറിയിച്ചപ്പോഴത്തേക്ക് അവിടെ എതിർപ്പുണ്ടായിരുന്നു.
അപ്പോഴേക്കും അവർ മലമടക്കുകളും ഗുഹകളിലും ശവകല്ലറ പോയി ആ കല്ലറകളിൽ പല ദൈവത്തിനെ ആരാധിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അതായിട്ടില്ല, അങ്ങനെ പോവുകയാണ്. അതിനു മുമ്പേ ഇവരെന്ത് പറഞ്ഞു? ഒള്ളി പ്ലേ, തീർന്നു. പറഞ്ഞതാര്? ജെഫേഴ്സൺ വില്ലേന്ന്, തീർന്നു. അത് തികച്ചും പൈശാചികമാണ്. കാര്യം പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ബൈബിളിൽ അങ്ങനെയില്ല. പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു, അവസാനത്തെ മണവാട്ടി ഒന്ന് ആത്മപൂർണനായി കർത്താവ് ഒന്ന് എടുക്കപ്പെട്ടു പോകുന്നതുവരെ 5 ഫോൾഡ് പ്രിൻസിപ്പിൾ ഒന്നും പോവുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്ലേ ചെയ്ത് പോയാൽ മതി. വോയിസ് കൂടെ ഇട്ടാൽ എനിക്ക് നമ്മളങ്ങനെ ചെയ്യുന്നു. ഇപ്പം അങ്ങനെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം അത് ചെയ്യാം. ഇത് തന്നെ വോയിസ് ഇടും, വോയിസ് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ഇതിങ്ങനെ റണ്ണിങ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിർത്തി എവിടെയാണ് ഇപ്പം തന്നെ കണ്ട അതിൽ പഠിപ്പിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ആ പഠിപ്പിക്കേണ്ട ഭാഗങ്ങൾ വരുമ്പോൾ അത് പഠിപ്പിച്ച് പോകണം. ഇതിനാണ് സഭ, പുരോഹിതൻ. അത് വേണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി. അത് വേണ്ട എന്ന് പറഞ്ഞ് ഇതേ സഭയിൽ ഇരുന്നാലും അവരാരാണ്? വീണുപോയവരാണ്. പക്ഷെ അവരെ നോക്കുമ്പോൾ അവരാണ് അയ്യോ സമുന്നതന്മാർ, വലിയ ആൾക്കാർ. പക്ഷെ നമ്മൾക്കൊരു യോഗ്യതയില്ല, ഒന്നുമില്ല. വചനം എന്ത് പറഞ്ഞ പ്രവാചകനിലൂടെ പറഞ്ഞെങ്കിൽ അവസാനത്തെ മറ്റൊരു പ്രവാചകൻ വരാനില്ല. ഇനി ജോസഫ് ബ്രണാം ഇതിനെ തിരുത്തി പറഞ്ഞു. അങ്ങനെ തന്നെ പലതും പറയുന്നത് അതെല്ലാം തെറ്റാണ്. യോശുവ എന്ത് കൊണ്ടുപോകണമെന്ന് മോശയോട് പറഞ്ഞത് തന്നെ കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞുവെങ്കിൽ ഈ കാലത്ത് മോശയെ ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ലാസ്റ്റ് വരെയും അവസാനത്തെ ശുശ്രൂഷ കഴിഞ്ഞു, തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞു. ഇനി മറ്റൊന്നും ഇതിൽ നിന്ന് അധികമായിട്ട് തെറ്റിച്ച് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളും ഇവിടെ പഠിപ്പിക്കുന്ന വെച്ചാൽ ഞാനിപ്പോൾ വന്നിട്ട് 13 വർഷം കഴിഞ്ഞു. പ്രവാചകൻ അനേകം മെസ്സേജുകൾ പറഞ്ഞിരിക്കുന്ന അതെല്ലാം കേട്ടും വായിച്ചും പഠിച്ചിട്ടുമാണ്. ചില വിഷയങ്ങൾ വരുമ്പോൾ ഇത് മറ്റു പല വിഷയങ്ങളിലും പറഞ്ഞിരിക്കുന്നു, അത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പുതിയ ഉപദേശം കൊണ്ടുവരുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കൈ പണച്ച് വെച്ചത് അവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ അതിങ്ങനെ പറഞ്ഞെങ്കിൽ വിടാം. പക്ഷെ സഭ എന്ന് പറയുമ്പോൾ സഭയിൽ എന്ത് പഠിപ്പിക്കണം? യഹൂദന് വേണ്ടിയിട്ട് വന്നത്, അവരെ ബ്ലസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ കർത്താവിൻ്റെ അത് ക്രോസ് ആയിട്ട് വെച്ചു, ക്രൂശിൽ തന്റെ അനുഗ്രഹം ജാതികളായ നമുക്ക് നൽകി. അതാണ് നമ്മുടെ ഹൃദയത്തിന് ആമേൻ ഹല്ലേലൂയ എന്ന സന്തോഷം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഇതുപോലെ അതാ ഞാൻ പറഞ്ഞു, മെസ്സേജ് ഞാൻ വീണ്ടും പറയുന്നു, പ്രവാചക മെസ്സേജ് വായിച്ചിട്ടോ തന്നെത്താൻ വായിച്ചിട്ടോ കേട്ടിട്ടോ സ്വർഗത്ത് പോകാൻ പറ്റില്ല. കാര്യം പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവെ അങ്ങ് എന്നിലൂടെ സംസാരിക്കുന്ന ഈ മെസ്സേജിന് ഉള്ളിലുള്ള മർമ്മം അത് തന്നെ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു. 2 സഭയിൽ വരിക, പുൽപ്പറ്റിൽ നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, ഇരിപ്പിടത്തിൽ പോയി ചെന്നിരുന്നതിന് ശേഷം, ഇതെല്ലാം നമ്മളിവിടെ വായിച്ചതാണ്, ഇരിപ്പിടത്തിൽ പോയി ചെന്നിരുന്നതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ മെസ്സേജ് കേൾക്കുകയോ വചനം വായിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുക. അല്പം കഴിയുമ്പോൾ സോങ് ലീഡർ എഴുന്നേറ്റ് 2 or 3 പാട്ട് പാടും. അപ്പോൾ നമ്മൾ വീണ്ടും ആത്മവിവശതയിലാകും. അത് കഴിഞ്ഞ ശേഷം പുരോഹിതൻ പുൽപ്പറ്റിലേക്ക് വരികയും പുൽപ്പറ്റിൽ വന്നിട്ട് ജനങ്ങൾക്ക് വചനം വിളമ്പി കൊടുക്കുകയും ചെയ്യും. അത് നിർത്തിയിട്ടില്ല, നിർത്തുകയില്ല. നിർത്തി എന്ന് പറയുന്നവൻ ആരായാലും എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞ സർപ്പസന്തതിയാണ്. പുരോഹിതനിലൂടെ വില്യം മരിയം ബ്രൻഹാമിലൂടെ പ്രവാചകൻ പറഞ്ഞതിന് വിരുദ്ധം, ദൈവം കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നെങ്കിൽ എതിർ ക്രിസ്തുവാണ്. പക്ഷെ വേഷമൊക്കെ എന്തായിരിക്കും? സൂപ്പർ പുരോഹിതന്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞത് ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുതെന്ന് പറഞ്ഞ സൂപ്പർ വേഷത്തിലായിരിക്കും. സാമ്പത്തികമായി മറ്റെല്ലാ തരത്തിലും, ജ്ഞാനത്തിലും പാണ്ഡിത്യത്തിലും ലോകം അംഗീകരിക്കുന്നതും ജനം അംഗീകരിക്കുന്നവരും. അപ്പോഴും ഏലിയാവിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെ 7000 പേരെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. ഏലിയാവ് ആ കാലത്തിന്റെ പ്രവാചകനാണ്. ഇന്ന് ഇവിടെ വന്നൊരു പാസ്റ്റർ ഞാൻ സംസാരിച്ചതായിരുന്നു, ചെന്നൈ എന്നൊരു പാസ്റ്റർ പറഞ്ഞു, ആ പാസ്റ്റർ ഞാൻ സംസാരിച്ചതാണ്. ഏലിയാവ് ആ കാലത്ത് പ്രവാചകനായിരുന്നിട്ട് പോലും ഏലിയാവ് വിചാരിച്ച് കർത്താവെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലത്തിന് പ്രവാചകൻ അറിയാത്ത പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം, ഈ കേട്ട സന്ദേശം അതുമായി ദൈവവുമായിട്ട് ബന്ധമുള്ളവരുണ്ടായിരുന്നു. തെറ്റ് പഠിപ്പിക്കുന്നവരല്ല, അത് ആ ദൈവം പറഞ്ഞു ഉണ്ടായിരുന്നു. അതുപോലെ ഇതും എവിടെയെങ്കിലും ആരെങ്കിലും ചെറിയ സഭകൾ എവിടെയെങ്കിലും നടത്തുന്നുണ്ടാവും, ദൈവം അവരുമായിട്ട് വന്നങ്ങ് പോകും. ആ എളിമയിൽ നിന്നാൽ എളിമയുള്ളവരെ കർത്താവ് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇവിടെ അത് പഠിപ്പിച്ചതിന്റെ ആവശ്യം ഇതിനാണ് സഭ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോസഫ് പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ അപ്പ, നീ എഫ്രൈമിന് പകരം മനസ്സെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ, അവൻ പറഞ്ഞു, ദൈവം എൻ്റെ കൈകൾ പിണച്ചു വച്ചു. ഏറ്റവും മൂത്തതും ദൈവം ആദ്യം തിരഞ്ഞെടുത്തതും ആയ യഹൂദരിൽ നിന്ന് കുരിശിലൂടെ അനുഗ്രഹങ്ങൾ തിരികെ അന്യജാതികളിൽ എത്തുകയും അതൊരു മണവാട്ടിയെ പ്രാപിക്കാനുമായിരുന്നു. ആമേൻ. ക്രൂശിലൂടെ അനുഗ്രഹം വരുന്നു. ഇത് പറഞ്ഞിട്ട് നാളെ ഒരു ക്രൂശൊന്നും കൊണ്ട് കിടക്കണ്ട, അതൊരു രൂപമായി പോകും.
അതാ പറഞ്ഞു, ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം ഈ മെസ്സേജിനകത്താണ്. അതിനാണ് ചർച്ച്. എന്റെ രക്ഷ എവിടെ വന്നു വരുന്നു? ഇല്ല. പഴയ നിയമത്തിൽ എന്ത് പറയുന്നു? പർവ്വതങ്ങളിൽ നിന്ന്. യേശു ക്രിസ്തുവിന്റെ കാലത്തിന് തൊട്ട് മുമ്പ് വരെയും അത് തന്നെയായിരുന്നു വചനം. പക്ഷെ പർവ്വതങ്ങളിൽ നിന്നാണോ വന്നത്? അല്ല. അപ്പോൾ അത് എന്തിനു പറഞ്ഞു? പ്രവാചകൻ സംസാരിച്ചു, ബൈബിളിലുണ്ട്, ഞാനത് വായിക്കും, ഞാൻ കേൾക്കും എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്തുകൊണ്ടത് പറഞ്ഞു? ആ കാലത്ത് ദൈവം പർവ്വതത്തിലാണ് മോശയെ വിളിക്കുന്നത്. അവിടെ വന്നിട്ട് ദൈവത്തിന്റെ കൽപ്പനകളോട് ദൈവിക ബ്ലെസ്സിങ് എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹായം പർവ്വതത്തിൽ നിന്നും ഒക്കെ വരും. പക്ഷെ അവിടെ നല്ല പർവ്വതത്തിൽ നല്ല വരുന്നത്, അതൊരു സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ രക്ഷ ക്രൂശിൽ നിന്നല്ല വരുന്നത്. ക്രൂശിൽ കർത്താവ് ചെയ്ത യാഗം ഞാൻ വിശ്വസിക്കുന്നത് മുതൽ എനിക്ക് രക്ഷ വരുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്രൂശിൽ നിന്ന് രക്ഷ വരുന്ന രക്ഷ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുക. അതും ക്രൂശിൽ നിന്ന് തന്നെ വരുന്നത്. പക്ഷേ ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നതിലൂടെ ഞാനിപ്പോ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ അടുപ്പിച്ച് പറഞ്ഞാൽ അങ്ങനെയും അല്ല. റോമർ 10:9 വായിച്ചു നോക്കുക. രക്ഷ വരുന്നത് എങ്ങനെയാ? യേശു തന്നെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതായത് മക്കൾ തെറ്റിപ്പോയപ്പോൾ പിതാവായ ദൈവം ജഡശരീരം എടുത്ത് അവൻ തന്നെ തന്റെ മക്കൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന വെളിപ്പാട് ലഭിക്കണം. ആ വെളിപ്പാട് ലഭിക്കുന്നവൻ ഒന്നെന്ന് വിശ്വസിക്കുന്നു, രണ്ടെന്ന് വിശ്വസിക്കുന്നത് പാപമാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ആ രക്ഷയെ ഞാൻ സ്വീകരിക്കുന്നു. ദൈവം അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു, അംഗീകരിക്കുകയും ചെയ്യുന്നു. ഓക്കെ. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളും വായിക്കും, നമ്മളും കേൾക്കും, അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ. ക്രൂശിലൂടെ അനുഗ്രഹം വരുന്നു. യഹൂദരിൽ നിന്നും അന്യജാതികളിലേക്ക് ആയിരുന്നു. അവർ ക്രൂശിനെ തള്ളിക്കളഞ്ഞു. ആ കാരണത്താൽ അവന് അന്യജാതിയെ ആയ മണവാട്ടിയെ ലഭിച്ചു. ക്രൂശിനെ അല്ല തള്ളിയത്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ക്രൂശിൽ ചെയ്ത യാഗം എന്തെന്ന് മനസ്സിലാകാതെ തള്ളി. ഇന്ന് ആ ക്രൂശിൽ നടന്ന യാഗത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോഴും അവർക്കും ആ ക്രൂശിലെ അനുഗ്രഹം കേൾക്കുന്നുണ്ടോ? അപ്പോഴും അവർക്ക് ആ ക്രൂശിലെ അനുഗ്രഹം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് നമുക്കിപ്പം മനസ്സിലായി. എന്തുകൊണ്ട്? അവർ രണ്ടെന്ന് വിശ്വസിക്കുന്നു, അപ്പൊ തന്നെ പോയി. ഇത് ഒന്നാമത്തെ കാര്യം, ഒന്നെന്ന് വിശ്വസിക്കണം. രണ്ട് എന്ന് വിശ്വസിച്ച് അവൻ വിഗ്രഹാരാധിയായി. ദൈവം പറഞ്ഞു എന്നെ അല്ലാതെ മറ്റാരെ ആരാധിക്കരുത് ദൈവത്തെ. അവർ ദൈവം വേറെ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ ആരാധിക്കുന്നു, വിഗ്രഹാരാധി. അപ്പൊ ഒന്ന് എന്ന് പറയുമ്പോൾ അവർ ക്രൂശിനെ തള്ളി എന്ന് പറഞ്ഞാൽ ക്രൂശിലല്ല, ക്രൂശിൽ നടന്ന യാഗം ചെയ്തത് ആര് എന്നറിയാതെ, എന്തിനെന്നറിയാതെ, ആർക്ക് വേണ്ടി എന്നറിയാതെ അവരതിനെ തള്ളിക്കളഞ്ഞു. അത് തന്നെയാണ് ഇന്ന് ഈ ലോകം. ഓക്കെ. ആ കാരണത്താൽ അവൻ അന്യജാതിയായ മണവാട്ടിയെ ലഭിച്ചു. ഇപ്പോൾ ജോസഫ് ഇതിനു മുമ്പ് അവനായിരുന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ കുറിച്ച് കേട്ടപ്പോൾ അവർ വർഷങ്ങളായി കൂട്ടായ്മയ്ക്ക് പുറത്തായിരുന്നു. ഈ യഹൂദന്മാർ ആര്? സഹോദരങ്ങൾ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് തിരികെ കടക്കുകയാണ്. അവിടെ അവർ വിലപിക്കുകയും കരയുകയും ചെയ്യുന്നു. അവർ കുലം കുലമായിട്ട് അവരെ തന്നെ, കുടുംബങ്ങൾ പോലും സ്വയം വേർപെടുത്തും. അവർ പുറത്തു പോയിട്ട് പറയും, നമ്മൾ ഇത് എങ്ങനെ ചെയ്തു, നമുക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? അവർ അത് ചോദിക്കുമ്പോൾ നിന്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്ത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അതായത് ജോസഫ് ആരാണ് എന്താണെന്നും ഒക്കെ ഏകദേശം മനസ്സിലായി കഴിയുമ്പോൾ അവർ നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ തോന്നി, എങ്ങനെ നമുക്കത് ചെയ്യാൻ തോന്നി, ഇവനെ പൊട്ടക്കിണറ്റിലിടാനും തോന്നുന്നു എന്ന് പറയാനും തോന്നി, അവന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. കണ്ടല്ലോ, അവിടെ അവനെ ഉപദ്രവിച്ചവർ തന്നെ അതെല്ലാം കാണുകയാണ്. ഇത് മണവാട്ടി പോയ ശേഷം. ഈ കാണുന്ന സമയത്ത് ഷാജി ജോസഫ് ബ്രദർ പറയുന്നത് മണവാട്ടി പീഡയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. അതിന് തെറ്റ് എന്ന് നമുക്ക് തെളിയിക്കുന്ന ഒരു വചനം കൂടെയാണ്. യോസേഫിന്റെ മുമ്പിൽ ഈ യഹൂദന്മാർ വന്ന് നിൽക്കുന്ന സമയത്ത് യോസേഫ് വിവാഹം കഴിച്ചിരിക്കുകയാണ്. മിസ്രൈം പെൺകുട്ടിയെ, യഹൂദരിൽ നിന്നല്ല, മിസ്രൈം പെൺകുട്ടിയിൽ നിന്ന്. അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമ്മളൊരിക്കലും ചർച്ചയിലെടുത്താണ്. മോവാബ് അരാമിൽ നിന്ന് ലോത്തിന്റെ മക്കളിലൂടെ ഉണ്ടായ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് മിസ്രൈംകാര്. എന്റെ ആലയത്തിൽ പ്രവേശിപ്പിക്കില്ല, അവരെ കൊന്നുകളയും എന്ന് ശപഥം ചെയ്തു പറഞ്ഞത് തലമുറകളിൽ പെട്ട ഒരു പെൺകുട്ടിയാണ് മിസ്രൈം പെൺകുട്ടി. അപ്പോ ജോസഫ് വിവാഹം കഴിച്ചിരിക്കുന്നു.
അപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ കൊട്ടാരത്തിൽ വന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് കുത്തിയവെങ്കിലേക്ക് അവർ നോക്കി നിലവിളിക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞു. അതായത് മണവാട്ടി പീഡയിൽ കടക്കില്ല. അവിടെ മിസ്രൈമിൽ ദാരിദ്ര്യമാണ്, അതാണ് പീഡ. ആ ലോകത്ത് മഹോദരം നടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ നശിക്കുകയാണ്, ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ. എന്നാൽ തന്റെ ജനത്തെ അവിടെ നിന്ന് പുറത്തേക്ക് വിളിച്ചിട്ട് എണ്ണയ്ക്ക് മീഞ്ഞിന് കേടുവരുന്നത് വെളിപ്പാടി പറയുന്നുണ്ട്. നോഹ, വിശുദ്ധനായ ഹാനോക്ക് പോയ ശേഷം നോഹയും കുടുംബത്തെ ദൈവം സംരക്ഷിച്ച പോലെ ഇവിടെ അവരെ സംരക്ഷിച്ച ഒരു സ്വസ്ഥമായ സ്ഥലം ഒരുക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് യോസെഫ് വിവാഹം കഴിച്ചു, ഭാര്യ കൊട്ടാരത്തിനകത്ത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇത് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഇനിയിപ്പോ കാൽപ്പൂടെ കഴിയുമ്പോഴത്തേക്കും അവിടെ ആരെയും നിൽക്കാൻ അനുവദിക്കില്ല. ബാക്കിയുള്ള എല്ലാ പരിചാരകരെയും പുറത്താക്കിയിട്ട് യോസെഫും തന്റെ സഹോദരങ്ങളും മാത്രം. മണവാട്ടി അവിടെ ഇല്ല. ഓക്കെ, ഇത് എവിടെ നടക്കുന്നതാണ്? യേശുവിന്റെ കാലത്ത് ഇത് ഭൂമിയിൽ നടക്കുന്നതാണ്. മണവാട്ടി അപ്പൊ അവിടെ സ്വർഗത്താ എടുക്കപ്പെട്ട് കഴിഞ്ഞു. യേശു തിരികെ വരും. തിരികെ വന്ന് യഹൂദന്റെ അവിടെ വന്ന് നടക്കുന്ന സംഭവമാണ്. അവിടെ നിന്ന് എല്ലാവരെയും പുറത്തായി കളയും. ഓക്കെ, ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. അങ്ങനെ ഇപ്പോൾ ജോസഫ്, ഈ കഥ അറിയാമല്ലോ, അവൻ തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവന് എബ്രായ ഭാഷ സംസാരിക്കാൻ അറിയാത്തതുപോലെ അഭിനയിക്കുകയും ഒരു വ്യാഖ്യാതാവിനെ നിയമിക്കുവാൻ കൊണ്ടുവരികയും ചെയ്തു. അവന് എബ്രായ ഭാഷ സംസാരിക്കാൻ കഴിയില്ലാതെ അവൻ അപ്രകാരം അഭിനയിച്ചു. എന്നാൽ അവൻ അത് കണ്ടെത്താൻ ആഗ്രഹിക്കുകയായിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ദിവസം അവർ അവരുടെ ഇളയ സഹോദരനെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങൾക്കത് മനസ്സിലായോ? അത് ബെന്യാമിനായിരുന്നു, യോസെഫിന്റെ പ്രാണനെ ജ്വലിപ്പിച്ചത്. കാര്യം, ജോസഫ് അവിടെ നിന്ന് പോന്നതിന് ശേഷം ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന് ബന്ധമുണ്ടായിരുന്നത് ജാതീയ സ്ത്രീയുമായിട്ടാണ്. ഈ മിസ്രൈം എന്ന് പറയുന്നത് അവിടെ ജാതികൾ, ലോകക്കാരാണ്. അവൻ അവിടത്തെ ആയിരുന്നു, ഫറവോന്റെ അടുക്കലായിരുന്നു, അവിടുത്തെ മന്ത്രിയൊക്കെ ആയിരുന്നു. ജാതികളിലുമായിട്ടാണ് അവന് ബന്ധം മുഴുവൻ. ഇപ്പോൾ യഹൂദന്മാരെ വീണ്ടെടുത്തിട്ടില്ല. 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു വന്നു, ഇവർ യേശുവിനെ തള്ളി. അന്നു മുതൽ ഇന്നു വരെയും യേശുവിന് ബന്ധം നമ്മളോടാണ്, ജാതിയിൽപ്പെട്ട നമ്മളോടാണ്. അപ്പോഴും ഈ ഒരൊറ്റ കാര്യം ബൈബിളിലുണ്ട്. ഈ ഒരൊറ്റ കാര്യം എന്ന് മനസ്സിലാക്കാം, യേശുവിന്റെ ഹൃദയം തുടിക്കുന്നത് ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ പറയുന്നത്, സ്വഭാവത്തിന് വിരുദ്ധമായ നമ്മെ, കാട്ടുമരമായ നമ്മെ സ്വഭാവത്തിന് വിരുദ്ധമായി നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ എത്ര അധികം. ആ യേശുവിന്റെ സ്നേഹം ഒന്ന് ആലോചിച്ചു. ഇത് നമ്മളെ തള്ളിക്കളയുന്നില്ല, പക്ഷെ നിഗളിച്ചു പോയി എന്തെങ്കിലും ചെയ്താൽ വെട്ടിക്കളയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എളിമ, ഇതിനകത്ത് ഒറ്റ കാര്യമുള്ള എളിമ. മിണ്ടാതെ, എനിക്കൊന്നും അറിയില്ല, എത്ര അറിയുമെന്ന് പറഞ്ഞാലും ഈ മാവിന്റെ കാബലം കൂടുള്ള കൊമ്പ് താന്ന് നിൽക്കുമെന്ന് പറഞ്ഞ പോലെ അല്ല, എനിക്കറിയാം, ഞാൻ മറ്റാളാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ പോയി തീർന്നു. അത് എന്നോ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് കിലോമീറ്റർ അകലമാണ് പരിശുദ്ധാത്മാവ്. എന്നോ വീണു പോയവരാ. അതുകൊണ്ട് ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എളിമയാ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ അത് എടുക്കുന്നുണ്ട്. ഈ സഭാകാലത്തിലാണ് ഇപ്പൊ ഈ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തെടുക്കുന്നത് 7 മുദ്രയാണ്. നമ്മളത് ഇപ്പൊ പുതിയായിട്ട് വന്നവർക്ക് വേണ്ടി പറഞ്ഞാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞ പ്രകാരം 7 മുദ്ര എടുക്കുന്നതിന് മുമ്പ് 7 സഭാകാലങ്ങൾ വായിച്ചിരിക്കണമെന്നാണ്. അപ്പൊ സഭാകാലം വായിച്ചാലേ 7 മുദ്ര മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സഭാകാലത്തിന്റെ ആദ്യത്തെ പുസ്തകം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് 7 മുദ്രയുടെ ആദ്യത്തെ പുസ്തകമല്ല, നമ്മൾ ആദ്യത്തെ പുസ്തകം എടുത്ത്. അതുകൊണ്ട് ഇനി എടുക്കാൻ പോകുന്നത് 7 മുദ്രകളുടെ 2ാമത്തെ പുസ്തകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിപ്പോ കുറച്ച് ദിവസം കൂടെ കഴിയും. ഓക്കെ, അപ്പോ യേശു ഈ കാലത്ത് അത്രയും ഇടപെടുന്നത് ജാതിയിൽപ്പെട്ട നമ്മളോട്, അവരെ കാണുന്ന ഒരു സമയം. അതാണ് അവൻ പ്രാണനിൽ ജ്വലിച്ച്, പ്രാണൻ വെച്ചാൽ ആത്മാവിൽ അവൻ ജ്വലിച്ചത്. അത് അങ്ങനെ തന്നെയായിരിക്കും യേശു. ഓക്കെ, എന്താകുന്നത്? യേശുവായ നമ്മുടെ യോസെഫ് പ്രാണനെ ജ്വലിപ്പിക്കാൻ പോകുന്നത് അത് ദൈവത്തിന്റെ കൽപ്പന പാലിച്ചിരുന്ന ദൂരെ ഇറാനിലായിരുന്ന ആ യുവസഭ ആകുന്നു. ഇതൊരു പുതിയതായി ജനിച്ച ജനമായിട്ട് പാലസ്തീനിൽ ഒരുമിച്ച് കൂടുകയും വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ദാവീദിന്റെ 6 മുനയുള്ള നക്ഷത്രമാകുന്നു. തൊട്ട് മുമ്പേ വായിച്ചാല് 2 കാര്യങ്ങൾ പറയാം. പ്രാണനെ ജ്വലിപ്പിക്കുന്ന എവിടെ? ദൈവത്തിന്റെ കൽപ്പന പാലിച്ചിരുന്നു, അതങ്ങ് ദൂരെ ഇറാനിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് എവിടെ? പാലസ്തീൻ. ഇവിടെ വായിച്ചില്ലേ? പാലസ്തീൻ എന്ന് പറഞ്ഞു. ഇപ്പൊ പാലസ്തീൻ എവിടെ കിടക്കുന്നു? ഇസ്രായേലിലുണ്ടോ? ഇറാൻ എവിടെ കിടക്കുന്നു? ഇസ്രായേലിന് പുറത്താ. പ്രവാചകരുടെ
പ്രവാചകനല്ല ഇത് പറഞ്ഞത്, ദ സെയ്ദ് ദ ലോർഡാണ്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഈ സ്ഥലം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കും. ഇതൊക്കെ പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ട്. അതാ ഞാനിവിടെ ചർച്ചിൽ സമയമായോ? ഇല്ലല്ലോ, നോക്കട്ടെ. ഞാനിവിടെ ചർച്ചിൽ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ മെസ്സേജിലുള്ളവർ മെസ്സേജ് വായിച്ചും പഠിച്ചും ധ്യാനിച്ചും അല്ലെങ്കിൽ നമ്മൾ കൃപയാൽ എളിമയിൽ നിന്നിട്ട് നമ്മൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ യേശു നമ്മോട് പറഞ്ഞ പ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. സ്വയം പരിശോധിച്ച് നോക്കുക, ആരെയും വേദനിപ്പിക്കാനല്ല. പക്ഷേ യേശു വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഈ മെസ്സേജോ വചനമോ വിശ്വസിക്കുകയോ അറിയുകയോ ചെയ്യാതിരിക്കുന്ന ലോകത്തുള്ള മനുഷ്യൻ അത് കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു അല്പം പോലും ഇല്ലാതെ നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും, എന്നാൽ അവരെ വഴി നടത്താൻ പരിശുദ്ധാത്മാവ് ഇല്ലാതിരിക്കുന്ന ആ ജനം കർത്താവിന്റെ വരവിന് മുന്നോടിയായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരാണ് ദൈവത്തിന്റെ അനുകാരി? പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു കൂട്ടം ജനം അവസാനം വിടുവിക്കപ്പെടും. ഈ പാലസ്തീൻ നാട്ടിലും ഇസ്രായേലിലും അവിടെ ഇവിടെയൊക്കെ. ഈ അടുത്ത സമയത്ത് 2-3 ദിവസത്തിന് മുമ്പ്, ഒരാഴ്ചക്ക് മുമ്പേ റൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഞാനാണ് അധികാരത്തിൽ വന്നാൽ ഗ്രേറ്റ് ഇസ്രായേൽ ഞാൻ ഉത്ഭവിപ്പിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഇസ്രായേൽ ഒരു റോക്കറ്റിന്റെ മോഡൽ, ഒരു ചെറിയ സ്ഥലമാണ്. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ പിടിച്ചിരിക്കും, ജോർദാൻ പിടിച്ചിരിക്കും, സിറിയ പിടിച്ചിരിക്കും, ഇറാഖിന്റെ കുറെ ഭാഗങ്ങൾ പിടിച്ചിരിക്കും, സിറിയൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ ആലോചിച്ച് നോക്ക്, അത് വലിയ അത്രയും പോരാ. ഈ പേർഷ്യ മുഴുവൻ മുമ്പ് ഇതിലുണ്ടായിരുന്നതാണ്. നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കുക, ഇറാൻ ഇതിനകത്തുണ്ടായിരുന്നതാണ്. അതാ പറഞ്ഞ ഇറാൻ അങ്ങ് ദൂരെ ഇറാനിൽ ആയിരുന്ന, പക്ഷെ ഇറാൻ മുഴുവൻ പിടിച്ചെടുക്കില്ല, അതിനുമ്പ് ഇറാന്റെ കുറെ ഭാഗം പിടിച്ചെടുത്തിരിക്കും. നോക്കൂ, ട്രംപിന് എങ്ങനെ അറിയാം? അപ്പോ ഈ മെസ്സേജ് പ്രവാചകനിലൂടെ പറഞ്ഞ മെസ്സേജോ യോസെഫിന്റെ കാര്യങ്ങളോ പൂർണ്ണമായി വിശ്വസിക്കുകയോ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുകയോ ഒരുപക്ഷെ ചെയ്യാത്തവരായിരിക്കാം. ഭരണാധികാരിയിലൂടെയും എതിർക്രിസ്തുക്കളിലൂടെയും അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഈ ഇസ്മായിൽ വംശത്തിലൂടെയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിൽ ഇന്ന് ഇതിനകത്ത് വരുന്നു, ഇതിലാണ് ഞായറാഴ്ച എടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ആഭരണം ഉപയോഗിക്കരുത്, കേൾക്കൂല, ആഭരണം ഇട്ടോണ്ടിരിക്കുള്ളൂ. ചെവി കുത്തുന്നത് ഒരു മെസ്സേജ് ഉണ്ട്, അടിമത്വമാണ്. ഞാൻ ഈ ലോകത്തിന്റെ അടിമ എന്ന് കാണിക്കുന്ന ചെവി കുത്തുന്നത് ഒക്കെ പ്രവാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലെഗിൻസ് ഇടരുത്, 2 കാലുള്ള വസ്ത്രം ഇടരുത്, പുരുഷന്റെ വസ്ത്രം അണിയരുത്. ഞായറാഴ്ച എടുക്കുന്നുള്ളത് പുരുഷന്റെ വസ്ത്രം അണിയരുത്, സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ അണിയരുത്. ഈ വക കാര്യങ്ങൾ, ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ സഭയിൽ തന്നെ ഒന്ന് നോക്കി നോക്ക്. അപ്പൊ ലോകക്കാർ അവരവരുടെ വചനം അവരറിയാതിരിക്കെ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മപ്രേരിതമായിട്ടാണ് അവരിതെല്ലാം പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാമോ ഗ്രേറ്റ് ഇസ്രായേൽ ഉണ്ടാവണം എന്നുള്ളത്? അപ്പൊ അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? കർത്താവിന്റെ വരവിന് മുമ്പേ ചെയ്യേണ്ട കാര്യം അവിടെ നടക്കുന്നുണ്ട്. കർത്താവിന്റെ വരവിന് മുമ്പേ ഇതിനകത്ത് എളിമയോടെ, കർത്താവ് എളിമയോടെ താഴ്മയോടെ ദൈവ ഭയത്തോടും വിറയലോടും കൂടെ സ്നേഹത്താലുള്ള ഒരുങ്ങി പോകാണ്ട ജനം എത്ര വലിയ, നമ്മൾ എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ വീണുപോയെന്ന് 100 കണക്കിന് മെസ്സേജ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എളിമയോടെ താഴ്മയോടെ വചനം പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് അതാണ് വഴി. വാതിൽ നമ്മൾ കണ്ടെത്തിയത് കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ വഴി, അതാണ് ഈ സന്ദേശം, ഉപദേശം ഞെരുക്കമാണ്. അരുതെന്ന് പറയുന്നത് ചെയ്തു കൊണ്ടുകൂടെ ഇരുന്ന ഞാൻ ഇപ്പൊ ആരും പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം അറിയാന്നുള്ളവരാ. ജഡ്ജ്മെന്റ് അപ്പൊ തന്നെ കഴിഞ്ഞു. ഇത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കുന്ന സെക്കൻഡിൽ തന്നെ ജഡ്ജ്മെന്റ് കഴിഞ്ഞു എന്ന് നോഹയുടെ വിഷയത്തിൽ പ്രവാചകൻ സംസാരിച്ചാണ്. നോഹ ഓരോ ദേശത്ത് പോയി സന്ദേശം പറയുമ്പോൾ കേട്ട് വിശ്വസിക്കാത്ത ജനം ആ സമയത്ത് തന്നെ ജഡ്ജ്മെന്റ് കഴിഞ്ഞു അവരുടെ. പിന്നെ വെള്ളം വന്ന് പൊങ്ങി മഴ പെയ്ത് വെള്ളം വന്ന പണി ശിക്ഷാവിധി. അതുപോലെ ഈ കാലത്തിന്റെ സന്ദേശം വെളിപ്പാടും ഇത് നമ്മൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്നവരോ ഇത് പറഞ്ഞിട്ട് കേൾക്കാത്തവരോ ട്രാക്ക് കൊടുത്തിട്ടോ നമ്മൾ സന്ദേശം അറിയിച്ചിട്ടോ കേൾക്കാത്തവന്റെ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി അടയ്ക്കപ്പെട്ടു. ഇനി ശിക്ഷാവിധിയേ ഉള്ളൂ. അതുകൊണ്ട് ദൈവകൃപയാൽ എളിമയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ ഇതാണ് ഇറാനും പാലസ്തീൻ എന്ന് പറഞ്ഞത് ഗ്രേറ്റ് ഇസ്രായേൽ. ട്രംപ് പറഞ്ഞു. പ്രവാചകങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ ജെറുസലേം സ്വന്തമാക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് ഇരുന്ന സമയത്താണ് ജെറുസലേം അവിടെ പാലസ്തീനിലാണ് കിടക്കുന്നത്. ഇന്നും അമേരിക്കൻ എംബസി എവിടെ കൊണ്ടുപോയി? ജെറുസലേമിൽ കൊണ്ടുവച്ചു. ട്രംപ് പറഞ്ഞു
കാര്യം ട്രംപിന്റെ മകന്റെ ഭാര്യ യഹൂദയാണ്, ജൂത. അപ്പോൾ ട്രംപാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം ടെല്ലവീവ് ആയിരുന്നു, അവിടെ നിന്ന് ജെറുസലേമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അടക്കേണ്ടവരെ അടക്കാൻ ദൈവത്തിന് അറിയാം. കുറെയൊക്കെ ചാടും, ഉണ്ടാതിരുന്നോളാൻ പറയും ശത്രു രാജ്യങ്ങളെടുത്ത്. കാര്യം നടക്കേണ്ടത് കാര്യമാണ്. പെട്ടെന്ന് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും സംഭവിക്കേണ്ടത്. അതുപോലെ അടുത്ത് ട്രംപ് വരെയാണെങ്കിൽ അത് വികസിപ്പിക്കുകയും അതിനെ നിവൃത്തിയാവണ്ടേ. അപ്പോഴും ഇത് മുഴുവൻ അടയാളമാണ്. ഈ അടയാളം ആർക്കാണ്? വിശ്വാസിക്കല്ല, അവിശ്വാസിക്കാണ്. കാര്യം എന്താ വിശ്വാസിക്കല്ല എന്ന് പറയാൻ കാര്യം? വിശ്വാസി പരിശുദ്ധാത്മാവുള്ളവനാ. പരിശുദ്ധാത്മാവ് വഴി നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? സകല സത്യത്തിലും. അവരാ ലോകത്തിന് അന്ധരാണ്, ഷണ്ടനാണ്. ഈ വിശ്വാസി ഈ സഭയിലും ഇരിക്കുന്നത്, ഈ മെസ്സേജിന്റെ കീഴിൽ ഞാൻ പറയുന്നത്, ഈ സഭ നല്ല ഉദ്ദേശം, ഈ മെസ്സേജിന്റെ കീഴിൽ ഇരിക്കുന്ന തികഞ്ഞൊരു വിശ്വാസി ഷണ്ടനാണ്. അവന്റെ ചെവി അടഞ്ഞിരിക്കുന്നു, അവന്റെ കണ്ണടഞ്ഞിരിക്കുന്നു, അവന്റെ വാ അടഞ്ഞിരിക്കുന്നു, അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു. അവൻ ഒന്നിന്റെ മുമ്പിൽ തുറക്കുന്നു, സന്ദേശത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ. അത് മാത്രം കേൾക്കാനായി അവൻ കാതോർക്കും. അല്ലയോ കുമാരി നിൽക്ക, നിന്റെ ചെവി തുറക്ക, നിന്റെ രാജകുമാരൻ എഴുന്നള്ളുന്നു. അതിനുവേണ്ടി മാത്രം ചെവി തുറക്കുക. ബാക്കി എല്ലാം വിട്ടുകളയ, എളിമയിൽ മിണ്ടാതെ അങ്ങ് പോവുക. 99% തെറ്റുന്നവർ തന്നെയായിരിക്കും, 1% എവിടെയെങ്കിലും കാണും. ഇതാണ് വാതിലെടുക്കമുള്ളത്, വഴിഞ്ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്ന ചുരുക്കം. അപ്പൊ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസിക്കല്ല അടയാളം, അവിശ്വാസി. ബൈബിൾ നമുക്കൊരു പുസ്തകമുണ്ട്, അടയാളത്തിന്റെ ശബ്ദം. ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ വിശ്വാസിക്കായിട്ട് എന്തുണ്ട്? ശബ്ദമുണ്ട്, സന്ദേശം. ഇതിൽ പറഞ്ഞ അടയാളങ്ങളെല്ലാം അവിടെ ഉണ്ട്, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. 55 വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാ ദാവീദിന്റെ 6 മുനയുള്ള നക്ഷത്രമാകുന്നു, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാകയാകുന്നു. ഈ 6 മുനയുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിടെ കൊടിയിലുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു രാഷ്ട്രം ജനമെടുത്തിരിക്കുന്നു. അങ്ങനെ ഇതാ ഇസ്രായേൽ അവിടെ ഉണ്ടായിരിക്കുന്നു. ആ വചനം, ഇസ്രായേൽ തകരുന്നു, രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു. തിരുവെഴുത്തിൽ മുൻചൊന്ന അടയാളങ്ങളാകുന്നു. ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്കുള്ളത്. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു. ഉണർന്നു 47 അവർ വന്നു, അത്തി തളർന്നു തുടങ്ങി. തിരുവെഴുത്തിൻ മുൻചൊന്ന അടയാളങ്ങളാകുന്നു. അതായത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, അതാണ് ഇപ്പൊ അല്പം മുമ്പ് പറഞ്ഞ വചനത്തിൽ പറഞ്ഞ കാര്യം, ആ വചനം പോലെ നിഷേധിച്ച് നിൽക്കുന്നവനിലൂടെ ദൈവത്തിനുള്ള വഴിയൊരുക്കുകയാണ്. നമ്മളോ? എന്റെ ഹൃദയത്തിൽ ദൈവം കൂടിയിരിക്കുന്നുള്ള വഴി ഞാൻ തുറക്കുന്നുണ്ടോ? ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു, നമ്മളാണ് ജാതികൾ. അപ്പൊ അവിടെ ഇതെല്ലാം കാണുമ്പോൾ വിചാരിച്ചോളം സമയം തീർന്നിരിക്കുന്നു. ഈ അവസാന സമയങ്ങളിലാണ് അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്നത്. ഓക്കെ, അതായത് തടസ്സങ്ങളാൽ വിഷമിപ്പിക്കുന്നു. ചിതറിപ്പോയവരെ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് മടങ്ങുക, വീണ്ടെടുപ്പിൻ നാൾ അടുത്തിരിക്കുന്നു. ഇത് അപ്പം യഹൂദന്റെ കാര്യം, രാജ്യത്തിന്റെ കാര്യവും പറഞ്ഞിരിക്കുന്നു, ചിതറിപ്പോയവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് നമ്മുടെ കാര്യമുണ്ട്, ജാതികളുടെ കാര്യമുണ്ട്. നമ്മളും ചിതറിപ്പോയെങ്കിൽ സ്വന്തത്തിലേക്ക് മടങ്ങി വരിക. കാര്യം വീണ്ടെടുപ്പിൻ നാൾ അടുത്തിരിക്കുന്നു. മനുഷ്യർ നിർജീവന്മാർ ആകുന്നു, ആത്മാവിനാൽ നിറയുക. അതായത് ഇത് വലിയൊരു മർമ്മമാണ്. മനുഷ്യർ നിർജീവമാകുന്നു വെച്ചാൽ എൻ്റെ ബുദ്ധി, എൻ്റെ ആരോഗ്യം, എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്ന് പറയുന്നുവെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് പറയും. ഞാൻ നിർജീവമായാലേ ദൈവത്തിന്റെ ജീവൻ എന്നിൽ വന്നിട്ട് ദൈവത്തിന്റെ ജീവിതം എന്നിൽ നിന്ന് ജീവിപ്പിക്കുകയുള്ളൂ. ഇത് മോശമായിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞു. 40-ാമത്തെ വയസ്സ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ അസ്തമിക്കുകയാണ്. അസ്തമിക്കുന്നതിന് മുമ്പായി മിസ്രയീമിനെ വിടുവിക്കണമെന്ന് അവന്റെ ബുദ്ധിയിൽ വന്ന വിടുതലോടുകൂടി അവൻ എടുത്ത് ചാടി പ്രവർത്തിച്ചു. ഒരുത്തനെ അടിച്ചു വന്നു, കുടിച്ചിട്ട് ലോകം മുഴുവൻ അവന്റെ അടുത്ത് വന്നു. ദൈവം അവൻ നിർജീവമാകുവാനായിട്ട് അനുവദിച്ചു. 40 വർഷം മരുഭൂമിയിൽ പറപ്പിട്ടു. അവന്റെ ശരീരം നിർജീവമായതിനു ശേഷം ആ നിർജീവ ശരീരത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു. അതുപോലെ ഞാനും എൻ്റെ കണ്ണ്, ചെവി, കാത് 5 ഇന്ദ്രിയങ്ങൾ അടയ്ക്കുക, ഒറ്റ ഇന്ദ്രിയം തുറക്കുക. 6ാമതൊരു ഇന്ദ്രിയമുണ്ട്. ലോകം പഠിപ്പിക്കുന്ന 5 ഇന്ദ്രിയമേ ഉള്ളൂ. 6 ഇന്ദ്രിയമുണ്ട്. 6ാമത്തെ ഇന്ദ്രിയമാണ് വിശ്വാസം. കാണാൻ കഴിയാത്തതിനെ കാണാൻ കഴിവുള്ള കണ്ണ്. ആ ഇന്ദ്രിയം തുറന്നിട്ട് ബാക്കിയെല്ലാം അടച്ചിട്ട് കർത്താവേ മിണ്ടാതെ അങ്ങ് പോവുക. ഓക്കെ, ആത്മാവിൽ നിറയുക.
നിങ്ങളുടെ വിളക്ക് വെടിപ്പാക്കി തെളിയിക്കുക. എൻ്റെ വിളക്ക് എന്ന് പറഞ്ഞ എൻ്റെ ശരീരം. അതിനകത്ത് ഒരു തരത്തിലുള്ള ദുഷ്ചിന്തകളോ മാലിന്യങ്ങളോ ഒന്നും പെടാതെ അപ്പോൾ എന്തുണ്ടാവും അറിയാമോ? എല്ലാവരും അപമാനിക്കും. നമ്മുടെ കൂട്ടുവിശ്വാസികളും വീട്ടിലുള്ളവരും തന്നെ നമ്മൾ കർത്താവിന്റെ മാതൃകയിൽ മാത്രം ജീവിക്കാൻ ഞാനിന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തു നോക്ക്. നമ്മുടെ സഭയിലുള്ള വിശ്വാസി എന്ന് പറയുന്നവരും ചിലപ്പോൾ അപമാനിക്കും. ഇങ്ങനെയൊക്കെ പോയാൽ മതി, നിങ്ങൾ മാത്രം എന്തെന്ന് ചോദിക്കും. അതുകൊണ്ട് വിളക്ക് തെളിയിച്ചു കൊള്ളുക. ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ എണ്ണയിൽ വിളക്കില്ല എന്ന് പറഞ്ഞാൽ വിൽക്കുന്നിടത്ത് പോയി വാങ്ങാൻ പറയുന്നത്. ഇതാണ് വിൽക്കുന്ന സ്ഥലം. സഭയിലാണ് എണ്ണ വിൽക്കുന്നത്, പരിശുദ്ധാത്മാവെ നൽകുന്നത്. പാപമോചന സ്നാനവും ദൈവവചനം പഠിപ്പിക്കലും ശുശ്രൂഷയും എല്ലാം നടക്കുന്നത് സഭയിലാണ്. അതാണ് വിൽക്കുന്നിടത്ത് പോയി വാങ്ങുക. ഞങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് പോരാതെ വരും എന്നത് ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടെ വിൽക്കുന്നിടത്ത് പോയി വാങ്ങാൻ പറഞ്ഞു. ഓക്കെ. ആത്മാവിനാൽ നിറയുക, നിങ്ങളുടെ വിളക്ക് വെടിപ്പാക്കുക, നിവർന്ന് തലകളെ പൊക്കുവേൻ, നിങ്ങളുടെ വീണ്ടെടുക്കൽ അടുത്തിരിക്കുന്നു. ഇതാണ് ഈ നിവർന്ന് തലകൾ. ഇതിപ്പോ ഇതിനകത്ത് പ്രവാചകമല്ല, ഇതുപോലെ ഒരു മെസ്സേജിനകത്താണ് പറഞ്ഞത്. ഈ ദൈവത്തിന്റെ വചനമാണ് ഒരു പാപിയെ നിവർന്നു നിൽക്കുന്നത്. അതാണ് അസ്ഥി, എല്ല്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പിന്നെ വിത്ത് എന്ന് പറയുന്നതാണ് എന്താണ്? ഞാൻ വിതയ്ക്കുന്ന ദൈവവചനം എന്ന വിത്ത് മറ്റൊരു വിത്തിനെ കൊണ്ടുവരും, ഒറിജിനൽ സീഡിനെ കൊണ്ടുവരും. ഇതാണ് പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ച മെസ്സേജ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ജെഫേഴ്സൺ വില്ലയില് വില്യം മരിയം ബ്രൺഹാമിന്റെ മകൻ തന്നെ ഇപ്പൊ സന്ദേശം എല്ലാ ഡെയിലി ബ്രെഡ് വരുന്ന പോലെ അയച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിത്തും എല്ലും ഇല്ലാത്ത മന്ന നൽകുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം അവനെടുത്ത് വെച്ചിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ സർപ്പസന്തതി എന്ന് വിളിച്ചു. ഇതേ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു, ഒരു പാപിയെ നിവർന്നു നിൽക്കുമാറാക്കുന്നത്. ഇതിൽ നമ്മുടെ മെസ്സേജാണ് പറഞ്ഞത് എല്ലാം അസ്ഥിയാണ്. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പാപി എന്ന് വെച്ചാൽ നമ്മൾ തെറ്റിയത് ഇങ്ങനെയല്ലേ നിൽക്കുള്ളൂ. പാപം പോക്കി നിവർന്നു നിൽക്കാറ്. അടുത്ത് വിതയ്ക്കപ്പെട്ട വചനം അത്ര യഥാർത്ഥ വിത്ത് എന്ന് നമ്മൾ ഒരുപാട് മെസ്സേജുകൾ എഴുതിയിട്ടുണ്ട്. ഹെഡിങ് മോൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ. അങ്ങനെ ഒരു മെസ്സേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് വിത്ത്. അതാ ഉൽപ്പത്തി പറഞ്ഞത്, അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. അപ്പൊ വീണ്ടും 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 അതേ ഒറിജിനാലിറ്റി വരണമെങ്കിൽ അതിനകത്ത് വിത്ത് ഉണ്ടായിരിക്കണം. വചനമാണ് വിത്ത്. ഇത് അതായത് അകത്ത് ജീവനില്ലാത്തതും ഒരു പാപിയെ നിവർന്നു നിൽക്കാൻ കഴിയാത്തതുമാണ് ഈ മെസ്സേജ് എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമിഴിലും മലയാളത്തിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല. ഇവരുടെ ഗ്രൂപ്പുകളിലെല്ലാം ഒരുപാട് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. എല്ലാം കൊണ്ടിട്ട് സർപ്പസീഡാണ്, സർപ്പസന്തതിയാണ്, അവളെ വിട്ട് ഓടുവിൻ. അതല്ല എങ്കിൽ അവർ ആദ്യം പറയണം ഈ പ്രവാചകൻ കൾട്ടാണെന്ന് പറയണം. ഈ പ്രവാചകൻ കൾട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം പറഞ്ഞു? അദ്ദേഹത്തിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നു വിത്തുള്ളതാണ് ഈ മന്ന. അത് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരും. നമ്മൾ രൂത്തിന്റെ വിഷയമൊക്കെ എടുത്തപ്പോഴത്തേക്ക് പഠിപ്പിച്ചാണ്, കൺവെൻഷനോടെ പഠിപ്പിച്ചാണ്. ഓക്കെ. നിവർന്ന് ഇപ്പം നിർത്താം. തലകളെ പൊക്കുവിൻ, നിങ്ങളുടെ വീണ്ടെടുക്കൽ അടുത്തിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ കള്ളം പറയുന്നു. എങ്ങനെ മനസ്സിലാക്കും? ദൈവത്തിന്റെ സത്യത്തെ അവർ നിഷേധിക്കുന്നു. ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമാകുന്നു. സ്തോത്രം. എന്നാൽ വെളിപ്പാട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽച്ചുവടുകളിൽ നാം നടക്കും, അവരുടെ അതേ സ്ഥലത്ത് തന്നെ. എന്നാൽ വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. മനുഷ്യർ നിർജീവന്മാരാകും. ആത്മാവിനാൽ നിറയുക, നിങ്ങളുടെ വിളക്ക് വെടിപ്പാക്കി തെളിയിക്കുക, നിവർന്ന് തല പൊക്കുവിൻ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ആമേൻ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ സന്ദേശത്തെ കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വെളിപ്പാടിനായി കാതോർക്കുക. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവെ, ദൈവിക വചനങ്ങൾ അത് ഞങ്ങൾക്ക് വിളമ്പി തന്നിരിക്കുന്നു. ലോകത്ത് കോടിക്കണക്കിന് പേർ ദൈവത്തിന്റെ വചനം അത് 7 മുദ്രകളാൽ മുദ്രണം ചെയ്ത പുസ്തകം, അതിന്റെ മർമ്മങ്ങളെ തുറന്നുകൊണ്ടൊരു ചെറു പുസ്തകം വന്നു. അത് പ്രവാചക മെസ്സേജ്. പഴയ നിയമകാലം മുതലേ ഗൂഢമായി മർമ്മമായി സംസാരിച്ചു. അപ്പോസ്തലന്മാരിലും അവർ ഞങ്ങൾ മർമ്മമായിട്ട് അത്രേ പ്രസ്താവിക്കുന്നത്, അതായത് പറയേണ്ടുന്ന കാര്യം വ്യക്തമായി പറയാതെ ഒളിച്ചു തന്നെയാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് വന്ന് ഉപദേശിക്കുമെന്ന് പറയുന്നത്. അവർ സഭകൾ തുടങ്ങിയത് അതുകൊണ്ടാണ്. അല്ല നിങ്ങളെല്ലാം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിങ്ങൾ എവിടെയെങ്കിലും അങ്ങ് പോകുമെന്നല്ല അവർ പറഞ്ഞത്. അവർ സഭകൾ സ്ഥാപിച്ചു. കാരണം എന്താ? സഭയിൽ പഠിപ്പിക്കണം, ഉപദേശിക്കണം, അധ്യാപനം ഇതെല്ലാം വേണം. അതിന് വിരുദ്ധമായിട്ടാണ് നമ്മളെങ്കിൽ അത് ഒരു മെസ്സേജ് ഉണ്ട്, ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഇടമത്ര യഥാർത്ഥ ആരാധനാലയം എന്ന്.
അതിന് പുറത്തു പോയി എവിടെയൊക്കെ സഭ തുടങ്ങി, എങ്ങനെയൊക്കെ തുടങ്ങി, ആരൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞാലും കർത്താവിനറിയാം ദൈവഹിതമാണെങ്കിലേ കർത്താവ് അവിടെ ഇറങ്ങി വരികയുള്ളൂ. അല്ലാതെ അവിടെയും കൂടെ കർത്താവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കർത്താവ് പിന്നെ ശീതോഷ്ണവാനായി പോകും. പക്ഷെ സമൃദ്ധി കൂടുതൽ അപ്പുറത്തായിരിക്കും, ബാക്കിയുള്ള സമൃദ്ധി ഉണ്ടാവില്ല. കർത്താവായ യേശുവേ, അത് ലോകത്തിന്റെ രീതിയാണ്. എളിമയോടെ, താഴ്മയോടെ, ദൈവത്തിന്റെ വചനത്തോടുകൂടെ, സന്ദേശത്തോടുകൂടെ ഓരോരുത്തരും അതിന്റെ കള്ളം പറയുമ്പോൾ നമുക്കത് ഗ്രഹിപ്പിക്കുക ഇണവചനത്തോടുകൂടി ആകുന്നു. പരിജ്ഞാനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇണവചനം ഉണ്ടായിരിക്കണം. ഇണവചനത്തോടുകൂടെ കാലത്തിന്റെ ദൈവിക വെളിപ്പാടുകൂടി. അപ്പോൾ തന്നെ സൂര്യന് കീഴിൽ പുതിയതായിട്ടൊന്നുമില്ല. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണെങ്കിൽ ദൈവം തന്ന സന്ദേശം വള്ളി പുള്ളി മാറ്റാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. കരുണയുള്ള കർത്താവേ, വിവിധ പ്രദേശങ്ങളിലിരുന്ന് ഞങ്ങളിത് വെളിപ്പെടുത്തി തന്നതിനായി നന്ദി കർത്താവേ. ഇത് ആർ ഗ്രഹിക്കുന്നു എന്ന് അറിയുന്നില്ല കർത്താവെ. എളിമയിൽ, താഴ്മയിൽ, എല്ലാ ഇന്ദ്രിയങ്ങളും അടച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവുവരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ഈ കൂട്ടായ്മ പിരിച്ചുവിട്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്.